എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മലയാളത്തിലെ 7ാമത്തെ പാഠമായ പെയ്യട്ടങ്ങനെ പെയ്യട്ടെ എന്ന പാഠം പഠിക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾ ആരെയാ കാണുന്നത്? ഒരു പശുക്കുട്ടിയുണ്ട് അല്ലേ? ഈ പശുക്കുട്ടി മഴ പെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പശുക്കുട്ടി പറയാണ്, തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടെ. എങ്ങനെയാണ് പെയ്യേണ്ടത്? തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടെ. ഇടിയൊന്നും വെട്ടാതെ നല്ല സുഖമായിട്ട് മഴ പെയ്യട്ടെ എന്നാണ് ആര് പറയുന്നത്? പശുക്കുട്ടി പറയുന്നത്. അപ്പോൾ മഴമേഘം പറയുകയാണ്, ഓ പിന്നെ പെയ്യാം. എന്താ പറയുന്നത്? ഓ പിന്നെ പെയ്യാം. ഇനി അടുത്തത് ആരാണെന്ന് നോക്കാം. അടുത്തത് തവളക്കുട്ടനാണ്. തവളക്കുട്ടന് എന്താ പറയുന്നത്? മഴ പെയ്താട്ടെ പൊക്രോം പൊക്രോം മഴ പെയ്താട്ടെ. മഴ പെയ്താട്ടെ പേക്രോം പേക്രോം പെയ്താട്ടെ എന്നാണ് പറയുന്നത്. തവളക്ക് മഴ പെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് തവളയും മഴ പെയ്യാൻ പറയുന്നത്. അപ്പോൾ മഴമേഘം എന്താ പറയുന്നത്? ഓ പിന്നെ പെയ്യാം. മഴമേഘം പറയാണ്, ഓ പിന്നെ പെയ്യാം. ഇനി നമുക്ക് അടുത്ത പേജിൽ ആരൊക്കെയുള്ളതെന്ന് നോക്കാം. അടുത്ത പേജിൽ ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ എന്താ പറയുന്നത്? ചൂടെടുത്തിട്ട് വയ്യ, മേഘമേ വേഗം മഴ കൊണ്ടുവാ. അപ്പം മഴമേഘം എന്താ പറയുന്നത്? ഓ പിന്നെ പെയ്യാം. അമ്മൂമ്മക്ക് ഭയങ്കര ചൂട്. അപ്പോൾ അമ്മൂമ്മ മഴമേഘത്തോട് പറയാണ്, ചൂടെത്തിട്ട് വയ്യ, മേഘമേ വേഗം മഴ കൊണ്ടുവാ. അപ്പോൾ മഴമേഘത്തിന് പെയ്യാനാവില്ല. മഴമേഘം പറഞ്ഞു, ഓ പിന്നെ പെയ്യാം. ഇനി ആരൊക്കെയാ മഴമേഘം കണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വയലിൽ ചെന്നപ്പോൾ അവിടെ ആരുണ്ട്? കൊക്കുണ്ട്, നെൽക്കതിരുകളുണ്ട്. അതോടെ എന്താ ആവശ്യപ്പെടുന്നത്? എല്ലാവർക്കും മഴ പെയ്യണം. എങ്ങും തുള്ളി വെള്ളമില്ല, മേഘമേ മഴ കൊണ്ടുവാ. ഒന്ന് വേഗം പെയ്യ്, ഞങ്ങൾ ഉണങ്ങിപ്പോവുന്നു. ഞങ്ങൾ ഉണങ്ങിപ്പോവുന്നേ. ആരാ പറയുന്നത്? നമ്മുടെ നെൽക്കതിര് പറയുകയാണ്. അപ്പോൾ എന്താണ് മഴമേഘം പറയുന്നത്? ഓ പിന്നെ പെയ്യാം. മഴമേഘത്തിന് മഴ പെയ്യാൻ മടിയാണ് അല്ലേ? ഇനി അടുത്തത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത പേജിൽ ഒരു നദി പറയുകയാണ്. എന്താ പറയുന്നത്? ഒഴുക്ക് നിന്നു, വറ്റി വറ്റി തീർന്നു, മഴ എവിടെ മേഘമേ? മേഘത്തിനോട് ചോദിക്കുകയാണ്, ഒഴുക്ക് നിന്നു, വെള്ളമില്ല നദിയിൽ അല്ലേ? അപ്പോൾ വറ്റിപ്പോയിട്ടുണ്ട്, വറ്റി വറ്റി തീർന്നു, മഴ എവിടെ മേഘമേ? അപ്പോൾ എന്താണ് പറയുന്നത്? ഓ പിന്നെ പെയ്യാം. അപ്പോൾ എല്ലാവർക്കും എന്ത് വേണോ? ജീവിക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും എന്ത് വേണം? വെള്ളം വേണം അല്ലേ? വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. ഇനി അടുത്തത് ആരാണെന്ന് നോക്കാം. പെയ്യുന്നുണ്ടോ ഇല്ലയോ? കുട്ടികൾ ചോദിക്കുകയാണ്. ദേഷ്യം വരുന്നുണ്ടല്ലേ എല്ലാവർക്കും? എല്ലാവരും ചോദിക്കുന്നു, പെയ്യുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ മഴമേഘം ലാസ്റ്റ് എല്ലാവരും ചോദിച്ചത് കേട്ടപ്പോൾ പിന്നെ മഴമേഘം പറയുകയാണ്, ഇപ്പം പെയ്യാം, ഇപ്പം പെയ്യാം, പെരുമഴയെയും കൂട്ടി വേഗം പോരാ. എന്താ പറഞ്ഞത്? ഇപ്പം പെയ്യാം, ഇപ്പം പെയ്യാം, പെരുമഴയെയും കൂട്ടി വേഗം പോരാ. അങ്ങനെ മഴമേഘം മഴ പെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പോൾ കുട്ടികൾക്കൊക്കെ സന്തോഷമായില്ലേ? കുട്ടികൾക്കും കാടും മേടും എല്ലാവർക്കും സന്തോഷമായി. തക തക തെയ്തക മഴ വന്നേ, തക തക തെയ്തക മഴ വന്നേ. അങ്ങനെ കൂട്ടുകാർ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ എല്ലാവരും സന്തോഷിച്ചു അല്ലേ? ഇനി മഴക്കാലത്തെ പറ്റി നമുക്ക് 4 വരി നോക്കാം അല്ലേ? തുള്ളി വരുന്ന മഴത്തുള്ളി പറ കൊട്ടി വരുന്നു മഴക്കാലം, മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു. അപ്പോൾ എങ്ങനെയാണ് മഴ പെയ്യലുള്ളത്? തുള്ളി തുള്ളികളായിട്ടല്ലേ? തുള്ളി വരുന്നു മഴത്തുള്ളി, തുള്ളികളായിട്ട് മഴത്തുള്ളി വരുന്നു. പറ കൊട്ടി വരുന്നു മഴക്കാലം, മഴ പെയ്യുമ്പോൾ ഒച്ച ഉണ്ടാവില്ലേ? അതാ പറയുന്നത്, പറ കൊട്ടി വരുന്നു മഴക്കാലം, മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു. മഴ പെയ്താൽ എല്ലാ സ്ഥലങ്ങളും നനയും അല്ലേ? കൂട്ടുകാർ കണ്ടിട്ടില്ലേ? മലയിലും കാടും ഇലയും മരവും എല്ലാ സ്ഥലത്തും വെള്ളത്തുള്ളികളുണ്ടാവും. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ എന്തൊക്കെയാണ് പറയുന്നത്? കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. ഇനി അടുത്ത വരി എന്താണ്? മലയും കാടും. ഇനി ആ ഡാഷ് ഇട്ട സ്ഥലത്ത്, കുത്തിട്ട സ്ഥലത്ത് കൂട്ടുകാർ പൂരിപ്പിക്കണേ. ടീച്ചർ പറഞ്ഞു തരാം. എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? മലയും കാടും, വീടും മേടും, വയലും കുളവും, പുഴയും കടലും, ഈ മഴ നനയുന്നു. എന്തൊക്കെയാ വരികൾ? വീടും മേടും, വയലും കുളവും, പുഴയും കടലും, ഈ മഴ നനയുന്നു അല്ലേ? അപ്പോൾ എല്ലാ സ്ഥലത്തും മഴ എത്തും.
മഴ പെയ്താൽ എല്ലാ സ്ഥലവും നനയും. അപ്പോൾ നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ പേജ് ശ്രദ്ധിച്ചൊന്ന് നോക്കൂ. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കാണാം? ഇവിടെ വെള്ളം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കുട്ടി ഒരു ട്യൂബ് ബോട്ടിലൂടെ ഒരു നദിയിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കുട്ടി പല കാഴ്ചകളും കാണുന്നുണ്ട് അല്ലേ? ഈ കുട്ടി ട്യൂബ് ബോട്ടിലൂടെ പോകുമ്പോൾ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നത് കാണുന്നു. പിന്നെ ഒരു ചേച്ചിയും ചേട്ടനും കൂടി വസ്ത്രങ്ങൾ അലക്കുന്നത് കാണുന്നു. ഇനി ഒരു കുട്ടി നീന്തുന്നത് കാണാം. മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? ഒരു പശുവിനെ കഴുകുന്നു. ഒരു ആന വെള്ളം കുടിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണ് ഈ കുട്ടി കാണുന്നത്. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ മറ്റു കാഴ്ചകൾ കാണാം. എന്തൊക്കെയാണ്? വെള്ളം എങ്ങനെയൊക്കെ എന്താവശ്യത്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നല്ലേ? ഇവിടെ കുറേ വീടുകൾ കാണുന്നില്ല നിങ്ങൾ ചിത്രത്തിൽ? ഈ വീടുകളിൽ വെള്ളമില്ല അല്ലേ? അപ്പോൾ അവരവിടെ കലങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ കലത്തിലൊക്കെ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എന്ത് വേണോ? കുടിക്കാനും കുളിക്കാനും കഴുകാനൊക്കെ വെള്ളം വേണം. ഇതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വെള്ളം ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ചിത്രം കണ്ടോ? ഇവിടെ ഒരു കൃഷിയിടം, അത് നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു. ഇനി ഇവിടെ പക്ഷിമൃഗാദികൾക്കെല്ലാം കുടിക്കാൻ എന്ത് വേണം? വെള്ളം വേണം. വെള്ളമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല അല്ലേ? ഇനി അടുത്തത് ഒരു ചിത്രം കണ്ടോ? ഇവിടെ ഒരു ലോറിയിൽ വെള്ളം കയറ്റി കൊണ്ടുപോവുകയാണ് അല്ലേ? കൊണ്ടുപോയിട്ട് അത് ഓരോ വീടുകളിൽ എത്തിക്കുകയാണ്. അങ്ങനെ ഈ വീട്ടിലൊന്നും വെള്ളമില്ലെങ്കിൽ നമ്മളത് ലോറിയിൽ അവിടെയൊക്കെ വെള്ളമെത്തിക്കുന്നു. ഇത് വെള്ളമില്ലാത്തവർ ഇങ്ങനെ ചെയ്യും. ഇനി വേറെ എന്തൊക്കെ രീതിയിൽ നമുക്ക് വെള്ളം ഉപയോഗപ്പെടുത്തുന്നു? അവിടെ കുളം കണ്ടില്ലേ? അതൊരു ജലസ്രോതസ്സാണ്. അവിടെ മീനുകളുണ്ട്, അവർക്കും വേണം വെള്ളം. ഇനി നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോയാൽ അവിടെ ഉണ്ടാവില്ലേ വെള്ളം? ഇതും വെള്ളത്തിൻ്റെ മറ്റൊരു ഉപയോഗമാണ്. ഫാക്ടറികളിലും വീടുകളിലും കൃഷിസ്ഥലങ്ങളിലും എല്ലായിടത്തും എന്ത് വേണം? വെള്ളം ആവശ്യമുണ്ട്. വെള്ളമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കൂ. ഇവിടെ ജലം എന്തിനെല്ലാം ഉപയോഗിക്കുന്നു, ജലം എവിടെയെല്ലാം എന്ന് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. ജലം എവിടെല്ലാം ജലമുള്ളത്? ജലം കിണറിൽ, ഡാഷിട്ട സ്ഥലത്ത് കൂട്ടുകാർ എഴുതേണ്ടതാണ് ടീച്ചർ പറയുന്നത്. കിണറിൽ, കുളത്തിൽ, പുഴയിൽ, കടലിൽ, കായലിൽ, അരുവിയിൽ, തോട്ടിൽ, ഇവിടെ എല്ലാം നമുക്ക് എന്ത് കാണാം? വെള്ളം കാണാം. കിണറിൽ, പുഴയിൽ, കടലിൽ, കായലിൽ, അരുവിയിൽ, തോട്ടിൽ, ഇവിടെ എല്ലാം നമുക്ക് എന്ത് കാണാം? വെള്ളം കാണാം. കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നില്ലേ? ഇതെല്ലാം കാണുന്നില്ലേ? ഇനി ജലം എന്തിനെല്ലാം ഉപയോഗിക്കുന്നു? ജലം നമ്മൾ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു? കുളിക്കാൻ, കുടിക്കാൻ, കഴുകാൻ, വൃത്തിയാക്കാൻ, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ? എന്തിനെല്ലാം ഉപയോഗിക്കുന്നു? കുടിക്കാൻ, കുളിക്കാൻ, കഴുകാൻ, അലക്കാൻ, കൃഷി നനയ്ക്കാൻ, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജലം ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ചിത്രം നോക്കാം. അടുത്ത ചിത്രത്തിൽ എന്താണ് പറയുന്നത്? ആമയെ നിർമ്മിക്കാം. ആമയെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ആമയെ നമ്മൾ എവിടെയാണ് കാണാറുള്ളത്? കൂടുതൽ സമയം വെള്ളത്തിലാണ്. ആമ കടലിലും കരയിലും ജീവിക്കുന്നൊരു ജീവിയാണ്. എന്നുവെച്ചാൽ വെള്ളത്തിലും കരയിലും ജീവിക്കും. അപ്പോൾ നമുക്കൊരു ആമയെ ഉണ്ടാക്കിയാലോ? എങ്ങനെ ആമയെ ഉണ്ടാക്കാം? ഒരു പേപ്പറിൽ ഇതുപോലെ വട്ടം വരച്ച് വെട്ടിയെടുക്കുക. പേപ്പറിൽ ഇതുപോലെ ഒരു വട്ടം വരച്ചിട്ട് വെട്ടിയെടുക്കുക. ഇതുപോലെ വരച്ചിട്ട് ഇഷ്ടമുള്ള നിറം നൽകുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ ഈ ആമക്ക് നൽകുക. ഒരു വശത്ത് നിന്ന് നടുവിലേക്ക് മുറിക്കുക. എങ്ങനെയായി ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വശത്ത് നിന്നും നടുവിലേക്ക് മുറിക്കുക. മുറിച്ച വശം മറ്റേ വശത്ത് നിന്ന് മുകളിൽ കയറ്റി വെച്ച് ഒട്ടിക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു വശത്ത് നിന്ന് നടുവിലേക്ക് മുറിക്കുക, മുറിച്ച വശം മറ്റേ വശത്ത് നിന്ന് മുകളിൽ കയറ്റി വെച്ച് ഒട്ടിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് കിട്ടി? ഒരു ആമയുടെ ഷേപ്പ് കിട്ടി. ഇനി നല്ല ഭംഗിയുള്ള നിറങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ ആമയെ നിർമ്മിക്കാം. ചിത്രത്തിൽ കാണുന്നില്ലേ കുറേ കൂട്ടുകാർ ആമ ഉണ്ടാക്കുന്നതും നിറം കൊടുക്കുന്നതും വെട്ടി ഒട്ടിക്കുന്നതും എല്ലാം കാണുന്നില്ലേ? ഇതുപോലെ നിങ്ങളും വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. മഴ പെയ്യിക്കാം. ഒരു പരീക്ഷണം ചെയ്താലോ? അപ്പോൾ നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഇവിടെ 3 കൂട്ടുകാരെ കാണുന്നില്ലേ? ഇവർക്ക് നമുക്കൊരു പേരിടാം അല്ലേ? ഒരാളുടെ പേര് മിന്നു, അപ്പു, അച്ചു, അങ്ങനെ 3 കൂട്ടുകാരാണുള്ളത്. അപ്പോൾ മിന്നു ഒരു ചെടി കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് ഇതുപോലെ എന്തുണ്ടാക്കണം? ഒരു ചെടി ഉണ്ടാക്കണം.
അപ്പോൾ പറഞ്ഞു അതിനെന്താ നമുക്കുണ്ടാക്കാലോ. അപ്പോൾ അവർ ഇതുപോലെ ചെടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മഴക്കാലമല്ല, അപ്പോൾ എന്ത് വേണോ, വെള്ളം വേണം. അപ്പോൾ അവരൊരു മൺകൂന ഉണ്ടാക്കിയിട്ട് വിത്തൊക്കെ വിതറി. അപ്പോൾ അച്ചു പറഞ്ഞു, നമുക്കൊരു എന്തുണ്ടാക്കാം, മഴമേഘം പോലെ ഒരു കുപ്പിയിലൂടെ മഴ പെയ്യിപ്പിക്കാം. അങ്ങനെ അവരൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തു. പ്ലാസ്റ്റിക് ബോട്ടിലിന് ധാരാളം ദ്വാരങ്ങളുണ്ടാക്കി. ആ ദ്വാരങ്ങളിലൂടെ വെള്ളം, മഴ പെയ്യുന്നത് പോലെ വെള്ളം വരും. അവർ വെള്ളം നിറച്ചു. ഈ ബോട്ടിലൂടെ മഴവെള്ളം വരുന്നത് പോലെ മഴ പെയ്യിപ്പിച്ചു. അപ്പോൾ കൂട്ടുകാർ ഇവിടെ എഴുതേണ്ടത് എന്താണ്, എങ്ങനെയാണ് ഒരു ബോട്ടിലൂടെ മഴ പെയ്യിപ്പിക്കുന്നത്. ആദ്യം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. ആ പ്ലാസ്റ്റിക് ബോട്ടിലിന് ദ്വാരങ്ങളുണ്ടാക്കുക. എന്നിട്ട് വെള്ളം നിറക്കുക. അപ്പോൾ അതെങ്ങനെയാണ്, വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ആ ദ്വാരങ്ങളിലൂടെ താഴത്തേക്ക് തുള്ളികളായിട്ട് ജലം ധാരയായിട്ട് ഒഴുകുന്നു. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ വീട്ടിൽ നിന്നും ചെയ്തു നോക്കുക. ഇതോടുകൂടി നമ്മുടെ മലയാളത്തിലെ 7ാമത്തെ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്